ഇമ്പോസിബിൾ സാധനം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് നമുക്ക് കടയിൽ കൊണ്ടുപോയി ഇടത്തുള്ളൂ. കൈയൊക്കെ രണ്ട് കൈയും തകർന്നിട്ടുണ്ട്. നല്ല രീതിക്ക് കായികക്ഷമത ഉണ്ടെങ്കിൽ ഈ സാധനം പിടിച്ചിടാൻ പറ്റും. ഇനി വേറെ രീതി വണ്ടി കുറച്ച് വർക്കുണ്ട്. ഈ ഒരു ഗ്രാബ് ബാക്ക് സെറ്റ് ചെയ്യണം, പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യണം, ആ ക്ലച്ച് കേബിൾ മാറണം, അങ്ങനെ ചെറിയൊരു പരിപാടിയുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ തന്നെ ചെയ്താണ് എൻ്റെ വണ്ടി ഇപ്പോൾ അവിടെ കയറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവൻ്റെ വണ്ടിയാണ് ഞാൻ അങ്ങനെ പണിയാൻ നിൽക്കുന്നില്ല. ചെറിയ പണിയൊക്കെ ഞാൻ ചെയ്യുന്നു. ഓയിലൊക്കെ ചേഞ്ച് പുറത്ത് തന്നെ കൊടുക്കാം, എനിക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ചുമ്മാ എനിക്ക് വേറൊരു വണ്ടി പണി എന്തോ ഒരു കോൺഫിഡൻസ് കുറവാണ്. അപ്പോൾ അതിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് വണ്ടിയുടെ കൊണ്ട് വെച്ചേക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് വന്നേക്ക്. പിന്നെ ഈ സൈഡിലെ ക്ലച്ചിൻ്റെ കേബിളൊന്ന് ചേഞ്ച് ചെയ്യണമായിരുന്നു. ഓയിൽ ചേഞ്ച് ചെയ്തപ്പോൾ അതെന്തായാലും ഷോറൂമിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ MC കിറ്റ് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. കാരണം ചില സമയത്ത് പിടിക്കുമ്പോൾ ഇത് ഫുൾ ഇങ്ങ് താന്ന് വരുമായിരുന്നു. അപ്പോൾ അതും മാറിയിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഇടത് സൈഡിലെ സ്കൂട്ടേഴ്സിൻ്റെ ഹോൾഡർ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ അതും പോയി ഇത് കാണിച്ചിട്ട് അതെന്തായാലും ഞാൻ തന്നെ ചെയ്യും. പിന്നെ ഇതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് സ്റ്റോക്കായിട്ട് ഫിറ്റൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ നമ്മൾ വെക്കാൻ നേരത്തിൻ്റെ എൻഡിൽ കുറച്ച് പാർട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കും. അത് ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇവിടെ ആയിട്ട് വെച്ച് സെറ്റ് ചെയ്യണം. ഇത് അയച്ചിട്ട് നോക്കാം. ഇത് ഒരുപാട് പേര് അവരെ വണ്ടി ചെയ്തൊരു മോഡിഫിക്കേഷൻ തന്നെയാണ്. ഈ സെറ്റ് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇതേപോലെ ഡിസ്കവറിൻ്റെ ഗ്രാബ് റെയിൽ വെക്കുക, അതാകുമ്പോൾ ബാക്ക് കുറച്ച് പൊങ്ങിയിരിക്കും. പിന്നെ സ്റ്റോക്ക് ഗ്രാബ് കൊണ്ട് ബാക്കിൽ ഇങ്ങനെ വെച്ച് പിടിച്ചൊക്കെ ഇരിക്കണം, അല്ലാതെ നമുക്ക് കുറച്ച് സപ്പോർട്ട് തരില്ല. ഇത് അല്ലെങ്കിൽ ഞാൻ സെറ്റ് ആക്കി ഡോമിനോൻ്റെ സെറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് പിടിക്കുക പോലും വേണ്ട. ഈ ഒരു സാധനം തട്ടി ബാക്കിൽ താഴെ സേഫായിട്ടിരിക്കും. പക്ഷേ ഈ ഒരു സാധനം എൻ്റെ വണ്ടിയൊക്കെ വെച്ചാൽ കുഴപ്പമില്ല. ഇതിൽ വെച്ചാൽ ചിലപ്പോൾ ചിലവർക്ക് ബോറായിട്ട് തോന്നും. ഒരു അഡ്വഞ്ചർ സെറ്റപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് മാത്രമേ അങ്ങനൊരു സാധനം ഇഷ്ടപ്പെടൂ. പിന്നെ അതിന് 2000 അടുപ്പിച്ച് റേറ്റുണ്ട്. ഇതാണ് കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഇത് കുറച്ച് ഷോർട്ട് ലുക്കായിരിക്കും. ഞാൻ സെറ്റ് ചെയ്തിട്ട് രണ്ടും സൈഡ് ബൈ സൈഡായിട്ട് തന്നെ വെച്ച് കാണിക്കുന്നതായിരിക്കും. പിന്നെ ആ ഒരു സാധനം ഡയറക്റ്റ് ഷൂട്ടാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. NSലും ASലും ഡയറക്റ്റ് ഷൂട്ട് വയ്ക്കാം. ഇതിലാണെങ്കിൽ ഇത് ഫ്രണ്ട് കുറച്ചൊന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യം വരും. ഞാൻ ഇനി ഇത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചിട്ട് വെക്കാൻ നേരത്ത് കുറച്ചൊന്ന് പൊക്കിയാണ് വെക്കാൻ നോക്കുന്നത്. കാരണം അതിനുവേണ്ടി ഒരു ബോൾട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് ഫ്രണ്ടിൽ 2 ബോൾട്ട് ഇടുമ്പോഴത്തേക്ക് ആ സൈഡ് കുറച്ച് പൊങ്ങിയിരിക്കും. അപ്പോൾ ബാക്കിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ലുക്കായിട്ട് തോന്നും. ഇതിപ്പോൾ അവൻ്റെ അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇങ്ങനെ സെറ്റപ്പ് വെക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ലുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്കും അത്ര നല്ല ലുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ ഒരു അഡ്വഞ്ചർ സെറ്റപ്പ് ബിൽഡ് വെച്ചേക്കുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ലാതെ ഇരുന്നോളും. ആ ഹൈറ്റ് തന്നെ രണ്ട് വണ്ടിയുടെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, അത് എക്സ്പ്രസിൻ്റെ ഷോക്കാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ സെറ്റിങ്ങും റിവ്യൂവും അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്തിട്ട് കാണാം. ഈ ഒരു 4 ബോൾട്ടും അഴിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യം ഇതിലില്ല. എങ്കിലും ഒരു ലിവറേജിനും എളുപ്പത്തിൽ ഊരിയെടുക്കാൻ വേണ്ടിയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ഇതെൻ്റെ പഴയ ഹാൻഡിലാണ് എൻ്റെ വണ്ടിയുടെ തന്നെ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റ് ആയിരിക്കുന്ന ബോൾട്ടായാലും അഴിച്ചെടുക്കാൻ വേണ്ടി നല്ല രീതിക്ക് ലിവറേജ് കിട്ടും. പിന്നെ അഴിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് മറ്റേ വെച്ച് നോക്കുമ്പോഴത്തേക്ക്. ജസ്റ്റ് ഒറ്റ റൊട്ടേഷനിൽ സാധനം കറങ്ങി വരും. അതേപോലെ നമുക്ക് ഇവിടെ ഊരിയെടുക്കണം. അപ്പോൾ ഇത് ഡയറക്റ്റ് ഷൂട്ട് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് ഇതൊന്ന് 2 സ്ഥലത്ത് അമർത്തി പിടിക്കേണ്ടി വരും. അതുമാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ വെക്കണോ പൊക്കി വെക്കണോ? കുറച്ച് പൊക്കണോടാ തന്നെ. ഇതപ്പോൾ ഇവനിത് ബാക്ക് കുറച്ച് പൊക്കി വെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പൊക്കി വെക്കാൻ വേണ്ടി ഇതിൻ്റെ തന്നെ 2 സ്റ്റോക്ക് ബോൾട്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറയും. ഇത് കുറച്ച് ബാക്കിൽ നിന്ന് പൊങ്ങും. അപ്പോൾ അവന് ബാക്ക് പൊക്കി വെക്കുന്നോട് പറഞ്ഞാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ സ്റ്റോക്കായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കേ ഉള്ളായിരുന്നുള്ളൂ. പിന്നെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 2 ബോൾട്ട് ഇടാൻ പറ്റൂ. മറ്റു 2 എങ്ങനെ നോക്കിയാലും ഇടാൻ പറ്റില്ല. അതും ഇതൊന്ന് 2 സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇത് 2 സൈഡിലൊന്ന് തള്ളി അടുപ്പിച്ചൊക്കെ പിടിച്ച് ഇടാൻ പറ്റൂ സേഫ്റ്റി. ഇപ്പോൾ വേറെ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 4 ബോൾട്ട് ഇടാൻ പറ്റില്ല. 4 ഇട്ടല്ലേ കറക്റ്റ് സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോൾ അത്യാവശ്യം സ്ട്രോക്ക് കിട്ടും. പക്ഷേ അതാണ് നിങ്ങൾക്ക് 4 ബോൾട്ട് ഇട്ട് കറക്റ്റായിട്ട് സ്യൂട്ടാക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കാണുന്നവർ അത്ര എളുപ്പമല്ല. ഇതിപ്പോൾ അടുപ്പിച്ച് എൻ്റെ കൈ അത്യാവശ്യം കടത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കുറച്ച് ടാസ്ക് കാണിച്ച് വലിയ ബോൾട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും മൈൻഡ് ഓഫായി പോയി. നമുക്കത് കുറച്ച് ചേഞ്ച് ചെയ്യാം. ഈ ഒരു സൈഡ് ബേസ് ആദ്യം മാറ്റാം. ഇതാണ് കുറച്ച് എളുപ്പമുള്ള പരിപാടി. പിന്നെ വാങ്ങിച്ചപ്പോൾ ഈ ഒരു സൈഡിൽ എക്സ്റ്റൻഡറുള്ള സാധനമാണ് ഇപ്പം വാങ്ങിച്ചത്. ഇപ്പുറത്തെ സൈഡിൽ അതില്ല. 2 സൈഡും വെച്ച് കമ്പയർ നോക്കിയാൽ അറിയാൻ പറ്റൂ. ഇതിലാണെങ്കിൽ ഇങ്ങനൊരു ഇതാണ് വരുന്നത്. ഇത് എടുത്തപ്പോൾ സാധനം ഇവന് കിട്ടിയതുമില്ല. നമുക്കിനി എന്തായാലും ഇത് വെച്ചിട്ട് ബാക്കി നോക്കാം. വേറൊരു കാര്യമുണ്ട്. രണ്ടിനും കളറും ചെറിയ രീതിക്ക് വ്യത്യാസമുണ്ട്. വീഡിയോയിൽ അറിയാൻ പറ്റുമോ പക്ഷേ കളർ വ്യത്യാസമുണ്ട്. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഈ ഒരു ഫുഡ് റെസ്റ്റ് ഊരി അതിലോട്ടേക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ പണി കഴിയും. പിന്നെ നമുക്ക് വീണ്ടും അതിലോട്ടുള്ള കടുംപിടുത്തത്തിലോട്ട് കിടക്കണം. അതിലോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് വീണ്ടും ഗ്രാബിൻ്റെ പണിയിലോട്ട് തന്നെ കിടക്കാം. ഇമ്പോസിബിൾ സാധനം ഫ്ലോപ്പ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് നമുക്ക് കടയിൽ കൊണ്ടുപോയി ഇടത്തുള്ളൂ. കൈയൊക്കെ 2 കൈയും തകർന്നിട്ടുണ്ട്. നല്ല രീതിക്ക് കായികക്ഷമത ഉണ്ടെങ്കിൽ ഈ സാധനം പിടിച്ചിടാൻ പറ്റൂ. ഇനി വേറെ രീതി ഉണ്ടോയെന്ന് അറിയാൻ ഇടാൻ വേണ്ടി പ്ലാൻ ക്യാൻസലാക്കി നമ്മൾ പ്രൊഫഷണലായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ചെയ്യുകയാണ്. മുനീർ ഐഡിയപരമായിട്ട് ഇതിൻ്റെ മുഖം ഇല്ലടാ അത് പിടിച്ചിട്ടിട്ട് എന്നിട്ടാണ് വയ്ക്കുന്നത്. ഞാനും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എത്ര നോക്കിയിട്ടും
ഇവിടെ ഇടാൻ പറ്റുന്നില്ല. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇവിടെ കുത്തി അടുപ്പിച്ചിട്ട് വർക്ക്ഷോപ്പിൽ അവരാണ് ഇട്ടത്. എൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു, ഈ ഐഡിയ നമുക്ക് തോന്നിയതാണ്. പക്ഷേ സ്ക്രൂ ഡ്രൈവർ എൻ്റെ നേരത്തെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തന്നെ സാധനം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത്. വർക്ക്ഷോപ്പിൻ്റെ പേര് കാണിക്കണോ? വിഷ്ണു 2 വീലർ വർക്ക്ഷോപ്പാണ്, കാരറ്റാണ്. നിങ്ങൾക്ക് എന്ത് പണി എവിടെയെങ്കിലും കൊണ്ടുവന്നാൽ മതി. ഓക്കെ, പ്രൊഫഷണലായിട്ടുള്ള മുനീറും പ്രതീക്ഷയായിരുന്നു നമുക്കെല്ലാം ശരിയാക്കി തരുന്നത്. ബാക്കിലത്തെ ഗ്രാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കാണലൊക്കെ. ഞാൻ എൻ്റെ വണ്ടിയിൽ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഡൊമിനോറിൻ്റെ വേറൊരു പൈന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നത്. നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് വണ്ടി പണിയുന്ന സമയത്താണ് ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ തളരരുത്. വീണ്ടും പണിയുക, വീണ്ടും പണി വാങ്ങിക്കുക. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ഇത് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു പ്രശ്നം വന്നത്. കാരണം ആ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് ഫ്രണ്ടിലോട്ട് ആക്കണമായിരുന്നു. ആ ഒരു ഐഡിയ നമുക്ക് തോന്നിയെങ്കിലും സാധനം എൻ്റെ നേരത്തെ വാങ്ങിച്ചുകൊണ്ട് വേണ്ടി എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനിയിപ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പം. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഓരോ കാര്യം നിങ്ങൾക്ക് എളുപ്പമായിട്ട് തന്നെ മാറും. എനിക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ എളുപ്പത്തിൽ ചെയ്തിരിക്കും കാണിക്കാമായിരുന്നു. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ഈ ബുദ്ധിമുട്ടൊക്കെ വരും. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ അതുകൂടെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ കാണിച്ചത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അതേപോലെ ഇറങ്ങി പോകാതെ കണ്ടാൽ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ഉറപ്പാണ് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ചാനലൊക്കെ എൻ്റെ അക്കൗണ്ട് ഭാഗത്തിനെടുത്തിട്ട് പറ്റുമെങ്കിൽ അതുകൊണ്ട് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.